അതായത് സിനിമ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹം പേഷ്യന്റായിട്ട് ഹിയർ ചെയ്തു. മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഡബിൾ ടാക്സേഷൻ, പിന്നെ ഇലക്ട്രിസിറ്റി താരിഫ്, സബ്സിഡിയെ സംബന്ധിച്ചുള്ളത്, ലൈസൻസിങ്, ഏകജാലക സംവിധാനം, അങ്ങനെ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന മുൻ സർക്കാരിന്റെ കാലത്ത് പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ടിട്ടും നടക്കാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇമ്മീഡിയറ്റ് നടത്താൻ പറ്റുന്ന കാര്യങ്ങളും പിന്നെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളുമെല്ലാം അദ്ദേഹം ഉടനടി ടേക്കപ്പ് ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, അത് അദ്ദേഹത്തിന് മാത്രമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അത് ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഉള്ളതാണ്. ഡബിൾ ടാക്സേഷൻ ആണെന്നുള്ള തത്വത്തിൽ മിനിസ്റ്ററും ബഹുമാനപ്പെട്ട സെക്രട്ടറിയും എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. അത് മുൻ സർക്കാർ സമ്മതിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ സർക്കാർ ഇറക്കിയ ഫിലിം പോളിസിയിലും അതൊരു ഗൈഡ് ലൈനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രി പറയുന്ന ഈ എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയുന്ന ഡബിൾ ടാക്സേഷനാണ്. കാരണം അത് വളരെ വിശദമായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ 970 പഞ്ചായത്തുകളും 87 മുനിസിപ്പാലിറ്റിയും 6 കോർപ്പറേഷനും അടങ്ങുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്രയിടത്ത് തിയേറ്റർ ഉണ്ടെന്ന് ഉള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം അത് ഡബിൾ ടാക്സേഷൻ ആണോ ഇല്ലയോ എന്നുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വരുമാനം നഷ്ടപ്പെടും എന്ന് പറയുന്നത് തെറ്റായ ഒരു ഇതാണ്. 9% സ്റ്റേറ്റിന് കിട്ടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന്റെയുള്ള കാര്യങ്ങൾ മുൻ സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും അദ്ദേഹം തുടർന്നുള്ള വകുപ്പ് തല ചർച്ചകളിൽ ഞങ്ങളെ വീണ്ടും വിളിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫിലിം പൈറസി എന്ന് പറയുന്നത് വലിയൊരു മെനസായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സിനിമ റിലീസ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ പൈറസി വരികയാണ്. അപ്പം ഇപ്പൊ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മാത്രമേ കേരളത്തിലുള്ളൂ. അപ്പൊ അത് കൊച്ചിയിലും കോഴിക്കോടും കൂടെ യൂണിറ്റ്സ് തുടങ്ങാമെന്നുള്ളതാണ് അദ്ദേഹം ഉറപ്പ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാർ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടില്ല. പുതിയ സർക്കാരിന്റെ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാ സംഘടനകളും ഉള്ളത്. 100% എല്ലാം നല്ല രീതിയിൽ അദ്ദേഹം കേൾക്കുകയും ഈ സർക്കാർ, അതായത് ഇപ്പം നാളെ മറ്റന്നാളുമായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തി തരാമെന്നുള്ളതല്ല. പുതിയൊരു സർക്കാർ വന്നിട്ട് ഇത് ഇൻഡസ്ട്രിയുടെ ഞങ്ങളെ എല്ലാ സംഘടനാ ആൾക്കാരും ഇവിടെയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര ആഹ്ലാദകരമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാളത്തെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയെ ഒരു മീറ്റിംഗിന് ഒരു അധികാരമേറ്റ ഒരു 10-12 ദിവസത്തിനകം ഒരു മിനിസ്റ്റർ വിളിക്കുക, നമ്മളെ കേൾക്കുക, നമ്മുടെ പോയിന്റ്സ് നോട്ട് ചെയ്യുക, ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് പറയാം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ഇതുവരെ നടക്കാത്ത ഒരു കാര്യം.